അസ്സലാമു വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സീബ്ര കേക്കാണ്. അതും കൊക്കോ പൗഡറൊന്നും ഇല്ലാതെ ഡേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീബ്ര കേക്ക് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നമുക്ക് ബീറ്ററൊന്നും വേണ്ട ഈ കേക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് 2 എഗ്ഗ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/3 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്, അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി മിക്സിയുടെ ചെറിയൊരു ജാറിലോട്ട് ഒരു 15 ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒരു 1/3 കപ്പ് പാലും കൂടി ചേർത്തിട്ട് 1/3 അല്ല 1/2 കപ്പ് പാൽ വേണം. ഞാൻ 1/3 എടുത്തിട്ട് പിന്നെയും കുറച്ചുകൂടി പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ ഓയിലും കൂടി ഉള്ളത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂടി വിനീഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുട്ടയുടെ കുത്തലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പും കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ചായി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ അരച്ചെടുത്ത ഈത്തപ്പഴം പാലും കൂടി അരച്ചെടുത്തതാണ്. അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്കൊരു 1.5 തവിയോളം മാവ്, നമ്മൾ മൈദയും ഒക്കെ കൂടി മിക്സാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ആക്കി കൊടുക്കുക. 2 പോർഷനാക്കിയിട്ട് മാറ്റുക. ഒന്ന് ഈത്തപ്പഴത്തിൻ്റെതും ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള മൈദയുടെ മിക്സും കൂടി ആക്കി വെക്കുക. അപ്പോൾ ഇത് രണ്ട് പോർഷനാക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു സോസ് പാനിലാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ നമ്മുടെ മൈദയുടെ മിക്സിൻ്റെ ആ മാവും പിന്നെ അതുപോലെ തന്നെ ഒരു കയ്യിൽ ഈത്തപ്പഴത്തിൻ്റെ ആ മിക്സും ഇങ്ങനെ ഇതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാതും ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നൈഫ് എടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ആക്കിയെടുക്കുക, ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഒരു ഫ്രൈ പാനിൻ്റെ മേലെ നമ്മൾ ഈ സോസ് പാൻ വെച്ചിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. ഈ ഹോളൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊക്കെ ഒന്ന് അടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിയൊന്നും കരിയാതെ നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് കേക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു ഫോൾട്ട് പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു സൈഡ് ഭാഗത്ത് കറക്റ്റ് ഡിസൈനായിട്ട് വന്നിട്ടില്ല. പക്ഷേ കേക്ക് അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് ഡേറ്റ് സിറപ്പും കൂടി മേലെ വെച്ചിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഈ ഒരു കോമ്പിനേഷൻ കിഡുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.